ഇറാനിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് അറബ് രാജ്യങ്ങളോട് അമേരിക്ക വീണ്ടും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് വ്യാപകമായ രീതിയിൽ ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ ഇറാനിൽ ഇറങ്ങിയതായിരിക്കുന്ന റിപ്പോർട്ട് ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ചത്. ഈ വിഷയത്തെക്കുറിച്ച് തങ്ങൾ പഠിക്കുകയാണ്. ഏതർത്ഥത്തിൽ ഏത് രീതിയിലുമാണ് ഇവിടേക്ക് ഇങ്ങനെ വിമാനങ്ങൾ വന്നിറങ്ങുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് അമേരിക്ക ആവശ്യപ്പെട്ടു. കാര്യം റഷ്യയും ചൈനയും കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഇറാനോട് ഒപ്പം ചേർന്നുകൊണ്ട് ഒരു യുദ്ധ സംവിധാന സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട് എന്ന് ഇതിന് മുൻപ് തന്നെ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ്. പിന്നീട് അത് ഏറെക്കുറെ ശാന്തമായി നിൽക്കുന്ന രീതിയാണ്. ഈ അടുത്ത് അത് വ്യത്യസ്തമായ തരത്തിൽ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നുമെല്ലാം ഈ ഫൈറ്റർ ജെറ്റുകൾ ഇറാനിലേക്ക് അനിയന്ത്രിതമായ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് വെനിസ്വലയുമായിട്ടുള്ള ആക്രമണ രീതി തുടർന്നതിന് ശേഷം വ്യാപകമായിരിക്കുന്നു. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വെനിസ്വലയെ സഹായിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി മനസ്സിലാക്കുന്നു. രണ്ട് വിഷയങ്ങൾ ഇതിൽ അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒന്ന്, വെനിസ്വലയെ റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ, അത് ഇറാൻ്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ എന്ന പരാമർശമാണ് അതിലുള്ളത്, സഹായിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആദ്യപടി എന്നോണമാണ് കഴിഞ്ഞ ദിവസം കപ്പൽ പിടിച്ചെടുത്തത്. അത് രാജ്യത്തിലെ ഈ വെനിസ്വലയെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിലെ ഏറ്റവും വലിയ പടുകൂറ്റൻ എണ്ണക്കപ്പലാണ്. എണ്ണക്കപ്പൽ പിടിച്ചെടുത്തത് നിയമവിരുദ്ധമായ രീതിയിൽ എണ്ണ വിൽപ്പന നടത്താൻ വേണ്ടി കൊണ്ടുപോകുന്നതിനിടയിൽ അന്താരാഷ്ട്ര പാതയിൽ വെച്ച് പിടിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. വെനിസ്വല പറയുന്നത് തങ്ങളുടെ പാതയിൽ വെച്ച് അനിയന്ത്രിതമായ രീതിയിൽ ആക്രമിച്ചുകൊണ്ടാണ് കപ്പൽ പിടിച്ചെടുത്തത്. ഇത് നീതീകരിക്കാൻ സാധിക്കില്ല, തിരിച്ചടി ഉറപ്പായിട്ടും ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് വെനിസ്വലയുടെ ഭാഗത്ത് വന്നു. വെനിസ്വല ഇത്തരമൊരു മുന്നറിയിപ്പ് അമേരിക്കക്ക് നൽകണമെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറം ഏതെങ്കിലും മറ്റ് ശക്തി രാജ്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും അവർ പറയില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ നിഗമനം. അത് ഏറെക്കുറെ ശരിവെക്കുന്നതാണ് ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ ഇറാനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ട്. ഇപ്പോൾ രണ്ട് തരത്തിൽ ഈ അന്താരാഷ്ട്ര രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. അതിലൊന്ന് മിഡിൽ ഈസ്റ്റിൻ്റെ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അത് അമേരിക്കയുടെ ഏറെക്കുറെ നിയന്ത്രണത്തിലും അഭിപ്രായത്തിലുമാണ് ഈ മേഖലയിലുള്ള സാമ്പത്തിക രീതികളും എണ്ണ കയറ്റുമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നീങ്ങുന്നത്. മാനസികമായിരിക്കുന്ന ഒരു പിന്തുണ എല്ലാ കാലത്തും മിഡിൽ ഈസ്റ്റിന് അറബ് രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകാറുണ്ട്. അതിൻ്റെ സാമ്പത്തികപരമായിരിക്കുന്ന ഗുണങ്ങൾ അവർക്ക് ലഭിക്കാറുമുണ്ട്. ഇപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ ഈ മേഖലയിൽ അങ്ങനെ തന്നെ അമേരിക്കയെ ആശ്രയിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അഥവാ ചൈനക്കും റഷ്യക്കും അല്പാൽപമെങ്കിലും ഇവിടെ ഒരു പരിഗണന നൽകുന്നുണ്ട് എന്നുള്ളത് ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ ആഘാതമുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം ഇറാന് സൈനികമായുള്ള ഇറാൻ്റെ മുന്നേറ്റങ്ങൾ, അതാണ് ഏറ്റവും കൂടുതൽ ഭീഷണിയായിട്ട് നിലനിൽക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: മേഖലയിൽ തങ്ങൾ ഭയപ്പെടുന്ന ഒരു രാജ്യത്തിൻ്റെ പേരിൽ ഇറാൻ ഉണ്ട്. അത് ഇസ്രായേൽ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് അവരെ നീക്കം ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ സൈനികപരമായിരിക്കുന്ന ശക്തി ക്ഷയിപ്പിക്കാൻ വേണ്ടി പുതിയ ഭരണ സംവിധാനം കൊണ്ടുവരിക എന്നൊക്കെ തങ്ങളുടെ താല്പര്യവും ആഗ്രഹവുമാണ്. അതിന് വലിയ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതാണ് 12 ദിവസം യുദ്ധത്തിലേക്ക് അത് കലാശിച്ചത്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇറാനുമായിട്ട് ബദ്ധവൈരികളായിട്ട് നിന്നായിരുന്നു അറബ് രാജ്യങ്ങൾ. അവർ കഴിഞ്ഞ വർഷം ചൈനയുടെ മധ്യസ്ഥതയിൽ ആ വിഷയങ്ങളൊക്കെ തീർത്തുകൊണ്ട് ഏകോപിച്ചതോട് കൂടിയിട്ട് വലിയ സാമ്പത്തിക സഹായം അറബ് രാജ്യങ്ങൾ ഇറാന് രഹസ്യമായിട്ട് നൽകുന്നു. അത് അമേരിക്കയുടെ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ ഇതിന് മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. തങ്ങൾക്ക് അപ്രതീക്ഷിതമായിരിക്കുന്ന ചില സംഭവങ്ങൾക്ക് മിഡിൽ ഈസ്റ്റ് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അത് ഇറാനെ പരിപോഷിപ്പിക്കുക എന്നുള്ളതും നിലനിർത്തുക എന്നുള്ളതുമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിലേക്കുള്ള പ്രവേശനവും അതല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റുമായിട്ടുള്ള ബന്ധത്തിൽ ഏറെക്കുറെ ആഘാതമുണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്യാൻ സാധ്യതയുള്ള ഇറാൻ മാത്രമാണ്. അറബ് രാജ്യങ്ങൾ ഇപ്പോൾ കാണുന്ന അല്ലെങ്കിൽ ഇപ്പോൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അറബ് രാജ്യത്തിൻ്റെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇറാൻ ഏതെങ്കിലും തരത്തിൽ ശക്തി ക്ഷയിക്കുകയോ ഇറാൻ സൈനികമായ രീതിയിൽ പരാജയപ്പെടുകയോ ചെയ്താൽ വളരെ എളുപ്പത്തിൽ തന്നെ മൊത്തത്തിൽ അറബ് രാജ്യത്തെ കീഴടക്കാൻ മാത്രം, അല്ലെങ്കിൽ കീഴടക്കി ഭരിക്കാവുന്ന സംവിധാനം ഒരുക്കാനും അമേരിക്കക്ക് സാധിക്കും. അതിനെ തടയിടുന്നത് ഇറാനാണ്. ഏത് സമയത്തും ഏത് തരത്തിൽ വേണമെങ്കിലും ആക്രമിക്കാനും യുദ്ധം ചെയ്യാനും തങ്ങൾ തയ്യാറാണ് എന്ന് ഇസ്രായേലിനോടും അമേരിക്കയോടും ഒരേ സമയത്ത് വെല്ലുവിളിച്ച ലോകത്തെ ഏക രാജ്യം ഇറാൻ മാത്രമാണ്.
റഷ്യയെ പോലും ഒരു പരിധി വരെ മാത്രമേ അമേരിക്ക പേടിക്കുന്നുള്ളൂ. ഇറാൻ 100% പേടിക്കുന്നു. കാര്യം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വെച്ചാൽ മുറിവേറ്റ ബന്ധങ്ങളാണ്. സൈനിക കമാൻഡറെ കൊല്ലപ്പെട്ടതിന് ശേഷം പിന്നീട് യാതൊരു രീതിയിലുള്ള നീതീകരണവും ന്യായീകരണവും അമേരിക്ക പറയേണ്ട കാര്യമില്ല. ബദ്ധശത്രുവാണ്. ഇന്ന് പല ഘട്ടത്തിലും ഇബ്രാഹിം റൈസി, മുൻ ഇറാൻ്റെ പ്രസിഡന്റ്, ഇപ്പോഴത്തെ ഇറാൻ്റെ പ്രസിഡന്റ്, ഇപ്പോഴത്തെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി എല്ലാം ഒരേ രീതിയിൽ പറയുന്നത് ഒരു കാര്യമാണ്. അവർ പറയാനുള്ള കാര്യം അവിടുത്തെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനയുടെ നിലപാടിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്നു എന്നാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ സ്ഥിതികൾക്ക് മാറ്റം വന്നത് വെനിസുലയുമായിട്ടുള്ള ഒരു യുദ്ധം അനിവാര്യമാണ് എന്ന് അമേരിക്ക പറയുന്നത്. എന്തിനാണ് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. ആ പ്രദേശത്തുള്ള ആളുകൾ അല്ലെങ്കിൽ വെനിസുലക്കാർ മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് കടത്തുന്നുണ്ട് എന്നുള്ളതാണ് ആരോപണം. അങ്ങനെയാണെങ്കിൽ പ്രതികളെ പിടികൂടിയിട്ട് ശിക്ഷ വിധിക്കുന്നതിന് പകരം ആ രാജ്യത്തിലെ ഗവൺമെൻറ് ആസൂത്രണം ചെയ്തുകൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്തുന്നു എന്ന ആരോപണങ്ങളൊന്നും ലോകം വിശ്വസിക്കില്ല. പ്രത്യേകിച്ച് പറയുന്നത് അമേരിക്ക ആയതുകൊണ്ട് കള്ളത്തരമായിരിക്കും എന്നുള്ളതും കൃത്യമാണ്. ഇപ്പോൾ അമേരിക്കയുടെ ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന മുന്നേറ്റം, ആ മുന്നേറ്റത്തിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. വൻതോതിൽ ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ആയുധങ്ങളുടെ പെരുമയ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് റഡാർ സംവിധാനത്തിനൊന്നും ചിലതിനെ പിടിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. റഡാർ സംവിധാനത്തിനെ കവച്ച് വെട്ടിക്കൊണ്ട് അതിർത്തിയിലേക്ക് പ്രവേശിക്കുന്നു. പിന്നീട് എങ്ങോട്ടാണ് അപ്രത്യക്ഷമാകുന്നത് എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. വലിയ ഗർത്തങ്ങളും ബങ്കറുകളും നിർമ്മിച്ചുകൊണ്ട് ആയുധങ്ങൾ കൂട്ടത്തോട് കൂടിയിട്ട് സുരക്ഷിത മേഖലയിലേക്ക് മാറ്റുന്ന പ്രവർത്തനങ്ങൾ ഏതാനും മാസങ്ങളായി ഇറാൻ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴും ആരംഭിക്കുന്നു. അപ്പോൾ ഭൂമിക്കടയിൽ വലിയ തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിലെ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന പ്രവർത്തികൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും അമേരിക്ക പരാജയപ്പെട്ടു. അത് ഗസയിൽ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്, യമനിൽ അമേരിക്ക നടത്തിയിട്ടുണ്ട്, ലെബനാനിൽ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്, സിറിയയിൽ നടത്തിയിട്ടുണ്ട്. ഭൂമിക്കടിയിലുള്ള ആയുധങ്ങൾ കണ്ടെത്താൻ ഇവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല. പ്രതലത്തിലുള്ള ആയുധങ്ങൾ ഒരുപാട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട്. അതും സിറിയയിൽ, ഗസയിൽ അതിനും സാധിച്ചിട്ടില്ല, ലെബനാനിലും അത് സാധിച്ചിട്ടില്ല. അവിടെ ആളുകളെ കൊലപ്പെടുത്തുകയും ബിൽഡിംഗ് തകർക്കുകയൊക്കെ ചെയ്തതിൽ അവരെ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ സൂക്ഷിക്കപ്പെട്ട ബങ്കറുകളിലെ ആയുധങ്ങളെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിനുവേണ്ടി അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായ രീതിയിൽ ചെങ്കടലിൽ നിന്ന് ഈ യമനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ആ ആക്രമണ പ്രവൃത്തിക്ക് വലിയ തിരിച്ചടി കിട്ടി എന്നല്ലാതെ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ലെന്ന് ഒടുവിൽ അവർ തന്നെ സമ്മതിച്ചാണ്. സൈനിക മേധാവി പോലും പറയുന്നു, തങ്ങൾ ശ്രമിച്ചത് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ ലോക യുദ്ധത്തിൽ നടത്തപ്പെടുന്ന രീതിയിലുള്ള പ്രവൃത്തികളെല്ലാം യമനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും നിരാശയായിരുന്നു ഫലം. ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ബിൽഡിങ്ങുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്, അവിടുത്തെ റിഫൈനറിക്ക് തീപിടിച്ചിട്ടുണ്ട്, നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എന്നതിനപ്പുറമായ രീതിയിൽ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇപ്പോഴും അവിടുത്തെ ഹൂത്തികൾ സൈനികപരമായ രീതിയിൽ വലിയ ശക്തിയുള്ളവരാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് ചുരുക്കം. അങ്ങനെയാണ് അവർ ആ വിഷയത്തെ ആ റിപ്പോർട്ടൊക്കെ പറയുന്നത്. അത് ഈ ചെങ്കടലിൽ നിന്ന് അമേരിക്കയുടെ യുദ്ധക്കപ്പൽ പിൻവലിക്കുന്നതോടനുബന്ധിച്ച് സൈനിക കമാൻഡർ കൊടുത്തിരിക്കുന്ന ഒരു പ്രസ്താവനയുടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പരാമർശിക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സൈനികമായ രീതിയിൽ ഇറാനെ നിയന്ത്രിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് അമേരിക്ക മനസ്സിലാക്കുന്നു. പക്ഷേ അതിന് പോംവഴികളും മാർഗങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെ ഒറ്റപ്പെട്ട് ആക്രമിക്കാം എന്നൊക്കെ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഉപരോധങ്ങൾ കഠിനമാക്കിയിട്ടൊക്കെ ഏതെങ്കിലും തരത്തിൽ അവരെ തകർക്കാൻ വേണ്ടി സാധിക്കുമെന്ന് അമേരിക്ക കണക്ക് കൂട്ടി. പക്ഷേ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഖത്തറിനെ ആക്രമിച്ചതോടുകൂടി അറബ് രാജ്യങ്ങൾ ഐക്യപ്പെടുകയും അറബ് രാജ്യങ്ങൾ ഇറാന് പിന്തുണ നൽകുകയും ഇറാനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ശ്രമങ്ങളും നടത്തുകയും വൻ തോതിൽ ദശകോടികളുടെ സാമ്പത്തിക സഹായം അറബ് രാജ്യങ്ങൾ ഇറാന് രഹസ്യമായിട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അമേരിക്ക വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ്. അവർ പലതരത്തിലും പല രീതിയിലും ഇറാനുമായിട്ട് അകന്നു നിൽക്കാനുള്ള ശ്രമം നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും നടക്കുന്നില്ല. പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഒരേ ഒരു ശത്രുവാണ് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, അത് ഇറാനാണ്. ഞങ്ങളുടെ ശത്രു അതാണ്, ഇസ്രായേലിൻ്റെ ശത്രു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിലും പല രീതിയിലും അമേരിക്കയോട് ഈ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഒതുക്കേണ്ടത് ഇറാനിന്. അവിടെ നിന്നാണ് എല്ലാ രീതിയിലുള്ള ഭീകരപ്രവർത്തികളും തങ്ങളുടെ രാജ്യത്തിലേക്ക് വരുന്നത്. അങ്ങനെ വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണത്തിലൂടെ ഭരണമാറ്റം ഉണ്ടാക്കിക്കൊണ്ട് ഇറാനെ തളർത്താൻ സാധിക്കുമെന്ന്
ഇസ്രായേൽ കണക്ക് കൂട്ടി. അത് അവരുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ടും ചെയ്ത് അങ്ങനെയാണ്. വളരെ അതിനവർ പറയുന്നത് ലെബനാനിൽ എന്താണോ നമ്മൾ പ്രതീക്ഷിച്ചത് അതിന് സമാനമായ രീതിയിൽ ആദ്യം തന്നെ പേജർ സ്ഫോടനം നടത്തുന്നു. പേജർ സ്ഫോടനത്തിൽ ഏകദേശം 100ഓളം ആളുകൾ 23 മുതൽ മേൽപോട്ടുള്ള ആളുകളാണ് മരണപ്പെട്ടത്. അതിൽ 300-ലധികം ആളുകൾക്ക് വലിയ രീതിയിൽ പരിക്കേറ്റ്, ചില റിപ്പോർട്ടിനകത്ത് 1000-ലധികം ആളുകൾക്ക് എന്നുള്ളതാണ്. ആ രാജ്യം പെട്ടെന്ന് സ്തംഭിച്ചു പോയി. ലോകവും അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണമാണ് ഉണ്ടായത്. അത് ഈ പേജർ കൂട്ടത്തോടു കൂടി ഒരേ സമയം പൊട്ടിത്തെറിക്കുന്നു എന്ന് പറഞ്ഞാൽ സാമൂഹ്യമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ പോലും അത് വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. അതോടനുബന്ധിച്ചാണ് പിന്നീട് അവിടെ വെടിവെപ്പും ഈ ബങ്കർ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടായത്. അത് ലെബനാനെ ആകെക്കൂടെ ഇളക്കി മറിക്കാനും തകർക്കാനും വേണ്ടി സാധിക്കുന്ന വിധത്തിലുള്ള ആക്രമ പരമ്പര തന്നെ ഇസ്രായേലിൻ്റെ അകത്ത് ലെബനാൻ്റെ അകത്ത് ഇസ്രായേൽ നടത്തിയതോടുകൂടി ലോകം അതിശയിച്ചു പോയി. ഇതൊക്കെ ഇസ്രായേലിന് സാധിക്കുമോ എന്നുള്ളത്. അവർക്ക് സാധ്യമായതിൽ അവർക്ക് വലിയ രീതിയിലുള്ള പ്രതീക്ഷയും വന്നു. ആ പ്രതീക്ഷ ഉപയോഗപ്പെടുത്തുന്ന രണ്ടാം ഘട്ടത്തിൽ ഇറാനിലാണ്. സമാനമായിരിക്കുന്ന ലെബനാനിൽ നടന്നിരിക്കുന്നതിന് സമാനമായിരിക്കുന്ന സ്ഥിതി ഇറാൻ്റെ അകത്ത് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് അവരുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സൈനിക കമാൻഡറെ കൊലപ്പെടുത്തുന്നു, ഈ ശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തുന്നു, അതോടൊപ്പം തെഹ്റാനിൽ ഉടനീള സ്ഫോടനം നടത്തുന്നു. അതോടുകൂടി യഥാർത്ഥത്തിൽ ഇറാൻ സ്തംഭിച്ചു പോയി. അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണത്തോടു കൂടി സ്തംഭിച്ചൊരു സ്ഥിതി ഉണ്ടായി. പിന്നീട് അവർ തിരിച്ചടിക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തി, സൈനികർ ജാഗരൂകരായി, ഗവൺമെൻറ് അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. തീർച്ചയായിട്ടും ശത്രുവിനെ നമ്മൾ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തും എന്ന് പറഞ്ഞ് രണ്ടാമത്തെ ദിവസം ആക്രമണം തുടങ്ങി. അതോടുകൂടി ഇറാന് പ്രതീക്ഷയായി, ലോകം അതോടുകൂടി ഞെട്ടുകയും ചെയ്തു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മുറിവേറ്റിരിക്കുന്ന ഒരു യുദ്ധമാണ് ഇറാൻ്റെ ആക്രമണം കൊണ്ട് ഉണ്ടായത് എന്നുള്ളത് ഈ ഇസ്രായേൽ എല്ലാ കാലത്തും ഓർമ്മിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. അതോടൊപ്പം അറബ് രാജ്യങ്ങൾക്ക് ഇറാനിൽ വലിയ വിശ്വാസ്യതയായി, മുസ്ലിം രാജ്യങ്ങൾക്ക് വിശ്വാസ്യതയായി, ഇറാന് നേരിട്ട് ആക്രമിക്കാൻ വേണ്ടി കരുത്തും ശക്തിയും ഉണ്ട് എന്ന് തെളിയിക്കാനുള്ളൊരു അവസരം ഇസ്രായേലിൻ്റെ ആക്രമണത്തോട് ഉണ്ടാവുകയും ചെയ്തു. പിന്നീടാണ് രാഷ്ട്രീയമായിരിക്കുന്ന ചിത്രങ്ങൾ മാറുന്നത്. ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി അമേരിക്ക ബോംബിട്ടു, അമേരിക്കക്ക് തിരിച്ചടി കിട്ടി, ഇസ്രായേലിന് തിരിച്ചടി കിട്ടി. അതോടുകൂടി അവർ അവസാനിപ്പിച്ചു. ഇത് മുന്നോട്ട് പോയാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് അവർ മനസ്സിലാക്കുന്നു, അവർക്ക് കണക്ക് കൂട്ടുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇത് ഈ അറബ് രാജ്യങ്ങൾക്ക് വലിയ പ്രതീക്ഷയായി, ഇറാൻ ഉണ്ടല്ലോ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. അതുകൊണ്ട് വലിയ സാമ്പത്തികം നൽകുന്നു. ഇത് അമേരിക്ക അറിയുന്നു. അമേരിക്ക അത് തടയാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. അത് ആ വിഷയത്തിൽ ഇടപെടരുതെന്ന് അറബ് രാജ്യങ്ങൾ പറയുന്നു. അങ്ങനത്തെ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ലോകത്ത് അമേരിക്കയ്ക്ക് ഏറ്റവും ഭീഷണിയുള്ള ഇറാൻ ഇല്ലാതാക്കാനുള്ള ഏതെങ്കിലും ശ്രമങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ സഹകരിക്കണം എന്നാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത്. എന്നാൽ ഒരു തരത്തിലും ഇറാനുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാൻ ഇല്ലാതാക്കാനോ അവരെ സാമ്പത്തിക തകർക്കാനോ അവർക്ക് സൈനികപരമായിരിക്കുന്ന ഇടപെടലിന് സഹായം നൽകാനോ തങ്ങൾ ഉണ്ടാവില്ലെന്ന് തീർത്ത് പറഞ്ഞതോടുകൂടി ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി അമേരിക്ക നേരിടുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.